എന്തൊക്കെയുണ്ട്? അപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കാര്യം മനസ്സിലായി. സംഭവം പണിപ്പാളി. സംഭവം ഇതാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് ഒരു വിഭാഗം ആളുകളുടെ കൈകളിലേക്കാണ് എത്തുന്നത്. ഇപ്പുറത്ത് നമ്മുടെ രാജ്യത്ത് ദരിദ്രരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് സംഭവം. ഇത് നമ്മൾ സംഘപരിവാര അനുഭവങ്ങളുടെ അടുത്ത് നിരന്തരം നമ്മൾ കലയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അവരുടെ ന്യായീകരണം എന്താണെങ്കിൽ, നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ 4ാം റാങ്കിലാണ് സമ്പദ് വ്യവസ്ഥയിൽ നിൽക്കുന്നത്. GDP റാങ്കിൽ നമ്മൾ 4ാം സ്ഥാനത്തുള്ളത്. അത് നിങ്ങൾ വെറും കമ്മികളായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്നാണ്. ഇത് നമ്മൾ മാത്രമല്ല, അരുന്ധറോയ് മുതൽ പല ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല മൂലകളിൽ ഇരുന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് പോലും ഇവർക്കിത് മനസ്സിലാവുന്നില്ല. ഇനി നിങ്ങളുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി വരെ ലാസ്റ്റ് ഇവിടെ വന്നിട്ട് പറയുകയാണ്, നമ്മുടെ രാജ്യം സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ദരിദ്രരുടെ കണക്ക് പറഞ്ഞിട്ടാണ് ഒരു വിഭാഗം ആളുകൾ സന്തോഷിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തുട്ട് ഇവരോടൊക്കെ നമ്മൾ പറയുക? നമുക്ക് സംഖ്യകളോട് സംസാരിച്ചിട്ട് നമ്മളുടെ ഊർജ്ജം സമയം പാഴാക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇവർ അനുഭവിച്ചറിയുക എന്ന് മാത്രമേ നമുക്ക് ഇനി ഇവരോട് പറഞ്ഞു കൊടുക്കാനുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ തന്നെ അനുഭവിച്ചാൽ അടുത്ത പണി കിട്ടാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തുള്ള ദളിതർക്കാണ്. നമ്മുടെ രാജ്യത്ത് സവർണരല്ലാത്ത എല്ലാ ആളുകൾക്കും പണി കിടക്കുന്നേ ഉള്ളൂ. വെയിറ്റ് ആൻഡ് സീ എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ അനുഭവിച്ചറിയാം. കൂടുതലൊന്നും നമുക്ക് ഓതി തരാനില്ല, പറഞ്ഞു തരാനില്ല, ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് കുറച്ച് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുണ്ട്, അതുപോലെ ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അറിവുണ്ട്. നമ്മുടെ കൂട്ടുകാർ ഇതേപോലെ നമ്മുടെ ഓഫീസിൽ കയറിയ ഒരു ഒറ്റ ഡയലോഗാണ്, എന്ത്, നിങ്ങളുടെ പിണറായി സർക്കാർ എന്താ ചെയ്യണത്, അവിടെ തമിഴ്നാട്ടിലെ വെറും 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്നതാണ്. ഞാനൊന്ന് ആലോചിച്ചു, തൊഴുതു. ആയിക്കോട്ടെ, സർക്കാർ ഭയങ്കര മോശമാണ്, അല്ലാണ്ട് ബന്ധമുള്ള അവരോട് പറയുക എന്താ പറയുക? ഒന്ന് സെർച്ച് ചെയ്യാനായിട്ട് ഗൂഗിൾ ഉണ്ട്. അല്ലെങ്കിൽ എത്ര നമ്മുടെ സാഹചര്യം നമുക്ക് തമിഴ്നാട്ടിലെ പെട്രോളിൻ്റെ വില അറിയാനായിട്ട് ഇതൊന്നും ഇവർ സംബന്ധിച്ചിടത്തോളം നോക്കില്ല, അന്വേഷിക്കില്ല. ഇവിടെ ഒരു അന്വേഷണ ബുദ്ധി എന്നുള്ളത് അതാണ്. അതുപോലെ തന്നെ ഇവരുടെ വിവരം എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമ്മൾ ഈ വിവരം ഇല്ലാണ്ട് ഉള്ള ഈ ആളുകളുടെ അടുത്ത് വർത്താൻ വേണ്ടി കാര്യമില്ല. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു സംഘപരിവാര അനുഭവം തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാനകിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരൊക്കെ അതിലുണ്ടാവും വലിയൊരു പ്രസ്ഥാനത്തിലെന്ന്. ഇത് ഒരാളല്ലെന്നേ, ഇത് നിങ്ങളുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് എടുക്കുന്ന ഒരു 99% ആൾക്കാർക്കും വിവരമില്ലാതെ എന്ത് ചെയ്യാം. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വിവരമില്ലായ്മ അനുഭവിക്കുന്ന ഈ രാജ്യത്തിലെ മൊത്തം ജനങ്ങളാണ്. അതാ പ്രശ്നം. ഈ രാജ്യത്തിലെ മൊത്തം ജനങ്ങൾ അവരിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഭിന്നിച്ചുകൊണ്ടിരിക്കുക. മതപരമായിട്ട്, ജാതിപരമായിട്ട്, സാമ്പത്തികപരമായിട്ട് ഒക്കെ ഇങ്ങനെ ഭിന്നിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കിതിവിടെ ഒരു കൺസേൺ അല്ല നിങ്ങൾക്ക്. അപ്പം നിങ്ങളതിനെ തിരുത്താൻ ശ്രമിച്ചാലോ അതും നടക്കില്ല. ലോകത്തിലൊരു മനുഷ്യനും സ്വന്തം രാജ്യം നശിച്ച് കാണാനായിട്ട് ആഗ്രഹിക്കലുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങളെല്ലാവരും. ഓക്കെ, ശരി എന്നാൽ.